അങ്ങനെ ഞങ്ങൾ ബക്കിംഗ്ഹാം പാലസിൽ നിന്നൊക്കെ ഇറങ്ങി ലണ്ടനായും പിന്നെ ബിഗ് ബെന്നും കാണാനായിട്ട് അങ്ങോട്ടേക്ക് നടന്നു. അപ്പോൾ ഞങ്ങൾ പാർലമെൻറ്റ് സ്ക്വയർ ഗാർഡനിൽ കൂടെ പോയത്. അപ്പോൾ അവിടെ കണ്ടൊരു കാഴ്ചയാണ് ഗാന്ധിജിയുടെ സ്റ്റാച്യു. അവിടുന്ന് പിന്നെ ഞങ്ങൾ നേരെ ബിഗ് ബാൻ ഫോക്കസ് ചെയ്ത് നടന്നു. അത്യാവശ്യം നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു അന്ന്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ആ ബിൽഡിങ്സൊക്കെ ഭയങ്കര ഹ്യൂജ് ബിൽഡിങ്സാണ് എല്ലാം. നമ്മളിപ്പോൾ ലണ്ടനായുടെ ഫ്രണ്ടിലെത്തി. ലണ്ടനായി, പിന്നെ റിവർ തേംസ്, സീ ലൈഫ് അക്വേറിയം, പിന്നെ ഇതിൻ്റെ അടുത്ത് തന്നെയായിട്ട് ഹൗസ് ഓഫ് പാർലമെൻ്റ് ഉണ്ട്. അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് സെൻറ്റ് തോമസ് ഹോസ്പിറ്റലുണ്ട്. ഇതെല്ലാം ഈ ലാൻഡ്മാർക്സ്, ഫേമസ് ആയിട്ടുള്ള എല്ലാ ലാൻഡ്മാർക്സും ഒരേ സൈഡിൽ തന്നെയാണ്. ഗോൾഡൻ ബിൽഡിംഗ് ഉണ്ടല്ലോ, അതാണ് ഹൗസ് ഓഫ് പാർലമെൻറ്റ്. അങ്ങനെ ഞങ്ങൾ ലണ്ടനായിയുടെ ബാക്ക് സൈഡിൽ പോകാനായിട്ട് അങ്ങോട്ടേക്ക് ക്രോസ് ചെയ്ത് നടന്നപ്പോൾ അവിടെ കണ്ടതാണ് ഒരു ഇന്ത്യൻ ഹോട്ടൽ. ഏത് ഹോട്ടലാണെന്ന് ഓർമ്മയില്ല കേട്ടോ. അത്യാവശ്യം വലിയ ഹോട്ടലായിരുന്നു. ഞങ്ങൾ ലണ്ടനായൊക്കെ കണ്ടിങ്ങനെ നടക്കുമ്പോൾ അത്യാവശ്യം ഉച്ചയായിട്ടുണ്ടായിരുന്നു. ഏകദേശം 2:30 പിന്നെ ഞങ്ങൾ തിരിച്ച് അടുത്തുള്ള ട്യൂബ് സ്റ്റേഷനിൽ കയറി വീട്ടിൽ പോയി ഒന്ന് റെസ്റ്റൊക്കെ ചെയ്തിട്ട് വൈകിട്ടാണ് വീണ്ടും ഇറങ്ങുന്നത്. വൈകിട്ട് ഞങ്ങൾ ടവർ ബ്രിഡ്ജിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ ലണ്ടൻ ബ്രിഡ്ജ് സ്റ്റേഷനിലാണ് അതിന് വന്നിറങ്ങുന്നത്. അതാണ് ലണ്ടൻ ബ്രിഡ്ജ് സ്റ്റേഷൻ. അതിൻ്റെ ഹിസ്റ്ററി അവിടെ തന്നെ ഫ്രണ്ടിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ തേംസ് റിവറിൻ്റെ സൗത്ത് ബാങ്ക് ആണ്. ഈ സ്ട്രീറ്റിൻ്റെ ഈ ഒരു ഭാഗത്തിന് പറയുന്ന പേരാണ് ഹെയ്സ് ഗാലറി. ഇതുവഴി നമ്മൾ പോകുമ്പോൾ അവിടെ സെൻറ്ററിൽ തന്നെ ഒരു ഷിപ്പിൻ്റെ സ്കൾപ്ചർ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇത് വാർഷിപ്പാണോ എന്നറിയില്ല, പക്ഷെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. അവിടെ തന്നെ ചെറിയ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ട്. നമ്മൾ അവിടെ നിന്ന് നേരെ കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ടവർ ബ്രിഡ്ജ് കാണാനായിട്ട് പറ്റും. നമ്മൾ ഹെയ്സ് ഗാലറിയിൽ നിന്ന് നേരെ പുറത്തോട്ട് വരുമ്പോൾ കാണുന്ന ഈ ഷിപ്പാണ് വേൾഡ് വാർ സെക്കൻഡിലെ ഷിപ്പാണെന്നാണ് പറയുന്നത്. അത് എവിടെ നോക്കിയാലും നമുക്ക് ടവർ ബ്രിഡ്ജ് കാണാം. ടവർ ബ്രിഡ്ജിന്റെ അടുത്തേക്ക് നടക്കുകയാണ്. അപ്പോൾ ഇവിടെ അത്യാവശ്യം ചുറ്റും നല്ല അടിപൊളി ബിൽഡിങ്സ് ഒക്കെ ഉണ്ട്. പിന്നെ ഈ ഫ്രണ്ടിൽ കാണുന്ന ഫോട്ടോഗ്രാഫിക് ലാൻഡ്മാർക്കാണ്. അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു ഫോട്ടോ എടുക്കാനായിട്ട്. അത്യാവശ്യം വൈകുന്നേരം ആയതുകൊണ്ടും തിരക്കുള്ളത് കൊണ്ടും അവിടെ ഒന്ന് ഫോട്ടോ എടുക്കാൻ പറ്റാത്തതിൻ്റെ നല്ല വിഷമം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്.
അതുകൊണ്ട് ഞങ്ങൾ അടുത്ത ദിവസം രാവിലെ തന്നെ ഞാനും ചേട്ടനും കൂടെ എണീറ്റ് വന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഞങ്ങൾ ശരിക്കും രാവിലെ വന്നപ്പോൾ ആക്സിഡൻ്റലി സ്റ്റേഷൻ മാറി ഇറങ്ങിയതാണ്. അപ്പോൾ ഈ കാണുന്ന സ്ഥലം ചേരിങ് ക്രോസ് എന്ന് പറയും. ഇത് ശരിക്കും ലണ്ടനയുടെ ബാക്കിലായിട്ടാണ് വരുന്നത്. നല്ല അടിപൊളി ഒരു ബ്രിഡ്ജാണ്. ഇവിടെ നിന്നിട്ട് നമുക്ക് നല്ല സൂപ്പറായിട്ടുള്ള ഫോട്ടോസ് എടുക്കാൻ പറ്റും. നല്ല സൂപ്പർ ലാൻഡ്മാർക്കാണ്. ഇന്നലെ ഈ സ്ഥലത്തൊക്കെ നല്ല തിരക്കായതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഒന്നും കവർ ചെയ്തില്ലായിരുന്നു. ഇപ്പോൾ രാവിലെ തന്നെ വന്നതുകൊണ്ട് തിരക്കും കുറവുണ്ടായിരുന്നു. ഫോട്ടോയും എടുക്കാൻ പറ്റി നന്നായിട്ട്. പിന്നെ ലൈറ്റിൻ്റെ പ്രശ്നമില്ലായിരുന്നു. ഒരുപാട് ആൾക്കാരൊന്നും ഇല്ലായിരുന്നു. ഒരു രാവിലെ 6 മണിക്കൊക്കെ വന്നു കഴിഞ്ഞാൽ സുഖമാണ് ഫോട്ടോ ഒക്കെ എടുക്കാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ അടുത്ത പാർട്ടായിട്ട് ഇടുന്നതായിരിക്കും. കാരണം എല്ലാം കൂടി ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ലാഗ് ആവും. അതുകൊണ്ടാണ്. താങ്ക് യു.